അടുത്തതായി നമുക്ക് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു. ഡെൽറ്റ ആർ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ്, ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, ഡെൽറ്റ ആർ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ എക്സ് ഡിറക്ഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് ഐ ക്യാപ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ വൈ ഡിറക്ഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് ജെ ക്യാപ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നു. ഇനി നമുക്ക് എങ്ങനെ ആവറേജ് വെലോസിറ്റി കാണാം. ഞാനതിന് വി ബാർ എന്നാണ് എഴുതുന്നത്. നിങ്ങൾ അവിടെ ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ് കണ്ടിരുന്നത്? എവിടെ? വൺ ഡയമെൻഷൻ മോഷനിൽ അവിടെ വി ബാർ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടോ, ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് എടുത്ത സമയം ഡെൽറ്റ ടി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതിനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ശരാശരി പ്രവേഗം ആവറേജ് വെലോസിറ്റി എന്നുള്ളത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ദ ടൈം ടേക്കൺ ഓർ ടൈം ഇൻറ്റർവൽ, അതിനെയാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ആർ, ദറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാനെടുത്ത സമയം ഡെൽറ്റ ടി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ആണ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ അതെങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ എന്നുള്ളത് ഡെൽറ്റ എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ് ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, അതിനെടുത്ത സമയം. സോ ഡെൽറ്റ ടി രണ്ട് ടേമിനും പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ ക്യാപ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. വാട്ട് ഇസ് ദിസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ എക്സ് ഡിറക്ഷൻ ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ എക്സ് ഡിറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം, ദിസ് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഇൻ ദ എക്സ് ഡിറക്ഷൻ. അത് ഡിനോട്ട് ചെയ്യുന്നത് വി എക്സ് ബാർ എന്നാണ്. ആവറേജ് വെലോസിറ്റി ഇൻ ദ എക്സ് ഡിറക്ഷൻ, ഓക്കെ, മൾട്ടിപ്ലൈഡ് വിത്ത് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ വൈ ഡിറക്ഷൻ ആണ്, divided by delta t is the average velocity in the y direction. അപ്പം y directionലുള്ള average velocity vy bar into j k. അപ്പം ഇതാണ് ടോട്ടൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ പ്ലെയിൻ, ഒരു പ്ലെയിനിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നു, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം കാണിച്ചു തന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണാം? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടേഴ്സ്, റിമെമ്പർ ദാറ്റ്, ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ സമയം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സിലും ഡിവൈഡ് ചെയ്യണം, വൈയിലും ഡിവൈഡ് ചെയ്യണം. എക്സിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ആവറേജ് വെലോസിറ്റി ഇൻ ദ എക്സ് ഡിറക്ഷൻ എന്ന് പറയുന്നത്. വൈയിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ആവറേജ് വെലോസിറ്റി ഇൻ ദ വൈ ഡിറക്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി. Next, instantaneous velocity. That is velocity at a particular instant. By the way, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു. ആവറേജ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ എന്നുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, അവിടെ നീല കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷൻ ഫ്രം ഹിയർ ടു ദർ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഡിറക്റ്റ് ചെയ്യുന്ന ആവറേജ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ ഡിറക്ഷൻ തന്നെയാണ് ആവറേജ് വെലോസിറ്റിക്കും ഉള്ളത്. അപ്പോൾ ഇതാണ് ആവറേജ് വെലോസിറ്റി. അതിൻ്റെ ഡിറക്ഷൻ എന്നുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷൻ തന്നെയാണ്. നൗ അടുത്തത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. എങ്ങനെയാണ് വൺ ഡയമെൻഷൻ കേസിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിഫൈൻ ചെയ്ത് ഓർമ്മയുണ്ടോ? വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഡിഫറൻസിയേഷനാണ് ഡി എക്സ് ബൈ ഡി ടി. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡി എക്സ് ബൈ ഡി ടി, സ്മോൾ ഇൻ്റർവെൽ ഡെൽറ്റ ടി, ആ സമയം കൊണ്ടുണ്ടായ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ്. So dx by dt, this ratio is called the instantaneous velocity. Velocity at a particular instant. ഇത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കാണാം? അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് പൊസിഷൻ കാണിക്കുന്ന വേരിയബിളാണ്. എക്സിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നമ്മളത് പ്ലെയിനിലേക്ക് കൊണ്ടുവരുമ്പം ഇത്രയേ ചെയ്യാനുള്ളൂ. പ്ലെയിനിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഞാനതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, വെക്ടർ വി instantaneous velocity. This can be written as vector dr divided by dt. ഇങ്ങനെ dr by dt.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വെക്റ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. വൺ ഡയമെൻഷൻ കേസിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ആവറേജ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വെക്റ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം d/dt ഓഫ് വെക്റ്റർ ആർ. ആ വെക്റ്റർ ആർ നിങ്ങൾക്ക് അറിയാം, പൊസിഷൻ വെക്റ്റർ. അത് നിങ്ങൾക്ക് അറിയാം xi ക്യാപ് പ്ലസ് yj ക്യാപ്, xi ക്യാപ് പ്ലസ് yj ക്യാപ്. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു d/dt ഓഫ് പൊസിഷൻ വെക്റ്റർ ആർ എന്നുള്ളതിനെ xi ക്യാപ് പ്ലസ് yj ക്യാപ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം ഡിഫറൻസിയേഷൻ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം, നമുക്കതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ ദിസ് ഇസ് ഈക്വൽ ടു d/dt ഓഫ് ഫസ്റ്റ് ടേം xi ക്യാപ് പ്ലസ് dy/dt സെക്കൻഡ് ടേം ഇൻറ്റു ജെ ക്യാപ്. ഇങ്ങനെയായിരിക്കും വരിക. ഫസ്റ്റ് ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dx/dt ഇൻറ്റു ഐ ക്യാപ്, സെക്കൻഡ് ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy/dt ഇൻറ്റു ജെ ക്യാപ് എന്നാണ് കിട്ടുക. dx/dt ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, x വിത്ത് റെസ്പെക്ട് ടു ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് x കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് dx/dt എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് x coordinate with respect to time. This is rate of change of y coordinate with respect to time. അപ്പോൾ x coordinate with respect to time എന്നുള്ളതിനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻ ദ x direction, അതിനെ ഞാൻ vx എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. മൾട്ടിപ്ലൈഡ് വിത്ത് ഐ ക്യാപ് പ്ലസ് dy/dt എന്നുള്ളതിനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻ ദ y direction, അതിന് ഞാൻ j ക്യാപ് എന്ന് കൊടുക്കുന്നു. സോ ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v is equal to xi ക്യാപ് പ്ലസ് yj ക്യാപ്. വാട്ട് ഈസ് vxi ക്യാപ് പ്ലസ് vyj ക്യാപ്? തെറ്റിപ്പോയി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v is equal to vxi ക്യാപ് പ്ലസ് vyj ക്യാപ് എന്നാണ് കിട്ടുക. വാട്ട് ഈസ് vx? vx എന്ന് പറഞ്ഞാൽ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ സാധനത്തിനെയാണ് കേട്ടോ vx എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. എക്സ് കോർഡിനേറ്റ് സമയത്തിനനുസരിച്ച് എങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് കാണിക്കുന്നു, അതാണ് എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി എന്ന് വിളിക്കാം, അതാണ് വി എക്സ്. എക്സ് ഡിറക്ഷനിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി അങ്ങനെയും പറയാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി dy/dt എന്താ? dy/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻ ദ y direction. y directionലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അതിന് vy ഇൻറ്റു ജെ ക്യാപ് എന്നാണ് പറയുക. സോ ലുക്ക് അറ്റ് ദിസ്, ഇതാണ് ടോട്ടൽ വെലോസിറ്റി, അത് ടോട്ടൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതെങ്ങനെ എഴുതാം? അത് എക്സ് ഡിറക്ഷനിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പ്ലസ് വൈ ഡിറക്ഷനിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കേണ്ടത് എക്സ് ഡിറക്ഷനിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. വൈ ഡിറക്ഷനിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ ഇതിൻ്റെ y component ആയിട്ടാണ് പരിഗണിക്കുന്നത്. സോ ദിസ് ഇസ് the x component of instantaneous velocity, this is the y component of instantaneous velocity. This is very important. ഇത് കാണാതെ ഇങ്ങനെ ചെയ്യുന്നതൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി കാണുന്നത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം അത് വെച്ചിട്ടുള്ള അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇനി നോക്കൂ കുട്ടികളെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ആവറേജ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡിറക്ഷനിലായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കാണിച്ച ഡെൽറ്റ ആറിൻ്റെ അതേ ഡിറക്ഷൻ ആയിരിക്കും ആവറേജ് വെലോസിറ്റിക്ക് ഉണ്ടാവുക. പക്ഷേ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റിയാണ്. അതിൻ്റെ ഡിറക്ഷൻ എപ്പോഴും ആ പെർട്ടിക്കുലർ പോയിന്റിന് വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡിറക്ഷനിലായിരിക്കും. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കും, ഇതിനെ ട്രജക്ടറി എന്നാണ് പറയുക. ഈ ഒബ്ജക്റ്റിൻ്റെ ട്രജക്ടറിയാണ് കാണിച്ചത്, അതിങ്ങനെയാണ് പോകുന്നത്, കണ്ടോ? അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് കാണുക, ഇതാ ഈ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ പൊസിഷൻ വെക്ടർ ആറാണ്. ആ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എത്രയാണ് എന്ന് ചോദിച്ചാൽ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡിറക്ഷൻ ആയിരിക്കും. നോക്കൂ, ടാൻജൻറ്റ് തൊടുവരകൾ അല്ലെങ്കിൽ സ്പർശരേഖകൾ എന്നൊക്കെ പറയും. ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറാണ് ഞാൻ ഈ കാണിച്ചത്. ദിസ് ഈസ് ദ പൊസിഷൻ വെക്ടർ ടു ദാറ്റ് ലൊക്കേഷൻ. ഇനി ആ പോയിന്റിൽ വരച്ച വെലോസിറ്റിയുടെ ഡിറക്ഷൻ കാണാൻ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ കാണാൻ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡിറക്ഷൻ ആയിരിക്കും. കണ്ടോ, ഇതാണ് ആ പോയിന്റിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കേർവിൻ്റെ മുകളിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അറ്റ് എനി ലൊക്കേഷൻ ഓഫ് ദ കേർവ്,
അതിൽ ആ കേർവിൻ്റെ മുകളിൽ ഏത് ലൊക്കേഷൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ആ ലൊക്കേഷനിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കിട്ടാൻ ആ ലൊക്കേഷനിൽ വരയ്ക്കുന്ന ടാൻജൻ്റാണ്, തൊടുവരകളാണ്. അപ്പോൾ ഈ പോയിന്റിലുള്ള ഇൻസിഡൻസ് വെലോസിറ്റി ഇടുന്നതാ, ഇതായിരിക്കും ഇൻസിഡൻസ് വെലോസിറ്റി. ഈ പോയിന്റിലുള്ള ഇൻസിഡൻസ് വെലോസിറ്റി ഇടുന്നതാ, ഇതായിരിക്കും ആ പോയിന്റിലുള്ള ഇൻസിഡൻസ് വെലോസിറ്റി. ഡിറക്ഷൻ. അപ്പോൾ ഓരോ ലൊക്കേഷനിലുമുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ കാണാൻ ആ ലൊക്കേഷനിൽ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡിറക്ഷൻസുകൾ ആയിരിക്കും. ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഓക്കെ, ആവറേജ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷനിലും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡിറക്ഷനിലും ആയിരിക്കും. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് എപ്പോഴും നമുക്ക് ആവശ്യം വരും. ആവറേജ് വെലോസിറ്റി കാണാൻ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമുക്ക് പല സന്ദർഭങ്ങളിലും ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് വീണ്ടും ഹൃദിസ്ഥമാക്കുക. എക്സ് കമ്പോണൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കിട്ടും. വൈ കമ്പോണൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൈ കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി നമുക്ക് കിട്ടും. ഇനി എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ജസ്റ്റ് ആഡ് ഇറ്റ്. അത് രണ്ടും എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റിയുടെ മൊത്തം വെലോസിറ്റി കിട്ടും. ആൻഡ് ദിസ് ഇസ് കോൾഡ് എക്സ് കമ്പോണൻറ്റ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ദിസ് ഇസ് വൈ കമ്പോണൻറ്റ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ. സാധാരണ രീതിയിൽ എപ്പോഴും ജനറലി സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഓക്കെ, അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ സിംപ്ലി സ്പീഡ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമുക്കറിയാം വി എക്സും വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാം? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാം? യെസ്, സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ എന്നുള്ളതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? വെക്ടർ എ ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ്. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. എക്സ് കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ എടുക്കുക, വൈ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക. ഇതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ വെലോസിറ്റിയുടെ എക്സും വൈയും കമ്പോണൻസ് അറിയാം എങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, ഇതിനെയാണ് സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയാറുള്ളത്. ഇനി ഡിറക്ഷൻ കാണണം വിത്ത് റെസ്പെക്ട് ടു വൈ, എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഇത് എത്ര ആംഗിൾ സബ്റ്റൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് അതും കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എ എക്സ്. ഓർമ്മയുണ്ടോ? ആംഗിൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ വൈ ഡിവൈഡഡ് ബൈ എ എക്സ്. വൈ കമ്പോണൻറ്റ് ഓഫ് ദ വെക്ടർ ഡിവൈഡഡ് ബൈ എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ തീറ്റയാണ് കിട്ടുക. വെർ തീറ്റ ഇസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് വിത്ത് ദ വെക്ടർ വിത്ത് എക്സ് ആക്സിസ്. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ വെക്ടർ വിത്ത് എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ട് നമ്മുടെ വെക്ടർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാൻ തീറ്റ എന്ന് പറയുന്നത് y component of that vector divided by x component of the vector. So in this case tan theta, ഇവിടെ ഏത് വെക്ടറാണ്? വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ y കമ്പോണൻറ്റ് vy ഡിവൈഡഡ് ബൈ വി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ തീറ്റ കിട്ടും. ദർഫോർ തീറ്റ വെലോസിറ്റിയുടെ ഡിറക്ഷൻ കാണണമെന്ന് വിചാരിക്കുക. വെലോസിറ്റിയുടെ ഡിറക്ഷൻ അത് കാണാൻ ടാൻ ഇൻവേഴ്സ് വൈ ഡിവൈഡഡ് ബൈ വി എക്സ്. ടാൻ ഇൻവേഴ്സ് വി വൈ ബൈ വി എക്സ്. അപ്പം മാഗ്നിറ്റ്യൂഡ് കാണാൻ എളുപ്പമാണ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. വെലോസിറ്റിയുടെ ഡിറക്ഷൻ കാണാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഈ തീറ്റ നിങ്ങൾക്ക് തരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈ എക്സ് ഡിറക്ഷനിൽ ഈ വെലോസിറ്റി വെക്ടർ എങ്ങനെ നിൽക്കുന്നു, എത്ര ആംഗിളാണ്, 30 ഡിഗ്രി ആണോ, 45 ഡിഗ്രി ആണോ, 68 ഡിഗ്രി ആണോ, 12 ഡിഗ്രി ആണോ, എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. വൈ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ എക്സ് കമ്പോണൻറ്റ് ചെയ്യുക ആൻഡ് ടേക്ക് ദ ടാൻ ഇൻവേഴ്സ്. യു വിൽ ഗെറ്റ് തീറ്റ, ആംഗിൾ made by the velocity vector with x direction. ഇത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ആവറേജ് വെലോസിറ്റി, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഇസ് ആക്സലറേഷൻ. അത് രണ്ട് രീതിയിലുണ്ട്. ആവറേജ് ആക്സലറേഷനുണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷനുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്നും കൂടെ ഒന്ന് നോക്കാം. എങ്ങനെ ആവറേജ് ആക്സലറേഷൻ കിട്ടുന്നത്? വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? ആവറേജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അതാണ് ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ കിട്ടും? ഡി വി ബൈ ഡി ടി.
വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, ആവറേജ് ആക്സലറേഷൻ എ ബാർ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ വി ബാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ദിസ് ഇസ് ഐഡിയ. ഡെൽറ്റ വി ബാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. വി ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആവറേജ് വെലോസിറ്റി ആണ്. അതിലെ ചേഞ്ച് ഇൻ ആവറേജ് വെലോസിറ്റി. ചേഞ്ച് ഇൻ ആവറേജ് വെലോസിറ്റി, അതിനെടുത്ത സമയം. വെലോസിറ്റി മാറി, ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി മാറി എന്ന് വിചാരിക്കുക. സോ ചേഞ്ച് ഇൻ ആവറേജ് വെലോസിറ്റി ഡെൽറ്റ വി ബാർ, അതിനെടുത്ത സമയം ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആവറേജ് വെലോസിറ്റി. So delta v bar divided by delta t. So it can be written as this is equal to delta, the change, average velocity എന്താ മക്കളെ? vx bar I cap plus vy bar j cap അല്ലേ, ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന സമയം. ഈ വെലോസിറ്റി ഇത്രയും ചേഞ്ച് ചെയ്യാൻ ഇത്രയും സമയം എടുത്തു. Delta of Vx I cap plus delta of Vx bar I cap plus Vy bar j cap. The average velocity x direction ഉള്ളത്, y direction ഉള്ളത്. This can be written as delta Vx bar divided by delta t multiplied with I cap delta Vy bar divided by delta t multiplied with j cap. Okay, delta Vx bar by delta t I cap plus delta Vy bar divided by delta t into j cap. അതായത് നമ്മളിതിങ്ങനെ വൃത്തിക്ക് എഴുതിയതാണ്. Delta Vx bar by delta t, what is that? Average velocity in the x direction, അതിൻ്റെ change divided by time. So this is the average acceleration in the x direction. x-ലുള്ള പ്രത്യേകമായിട്ട് കാണുക, അത്രയേ ഉള്ളൂ. ഇത് y-യിലുള്ളത്. So this is equal to ax bar I cap plus ay bar into j cap, where ax bar എന്ന് ഉദ്ദേശിക്കുന്നത് average acceleration in the x direction, ay bar എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് average acceleration in the y direction. അപ്പോൾ x directionലുള്ള average acceleration ആണ് ax bar, y directionലുള്ള ആവറേജ് ആക്സലറേഷൻ ആണ് vay bar. അതെങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? x directionലുള്ള ആവറേജ് വെലോസിറ്റിയുടെ ചേഞ്ച് ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം. ഇത് ചെയ്തു കഴിഞ്ഞാൽ x directionലുള്ള ആവറേജ് ആക്സലറേഷൻ കാണാം. y directionലുള്ള ആവറേജ് ആക്സലറേഷൻ കാണാൻ ഡെൽറ്റ vy bar, that is the change in average velocity in y direction, change in average velocity in y direction, അതാണ് ഡെൽറ്റ vy bar ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം, അത് ഡെൽറ്റ t. സോ ഡെൽറ്റ vy bar ബൈ ഡെൽറ്റ t എന്ന് പറയുന്നതാണ് ay bar, ആവറേജ് ആക്സലറേഷൻ ഇൻ ദ y direction. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കുക, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ പരീക്ഷയ്ക്ക് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ആവറേജ് ആക്സലറേഷൻ കാണുന്നത് എന്ന് ചോദിക്കാറില്ല. പക്ഷേ അത് അപ്ലൈ ചെയ്യാനുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ അത് അപ്ലൈ ചെയ്ത് കാണിക്കുക, അത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇതാണ് ആവറേജ് ആക്സലറേഷൻ. ഇനി ആവറേജ് ആക്സലറേഷനിൽ നിന്ന് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എങ്ങനെ എഴുതാം? ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് dv ഡിവൈഡഡ് ബൈ dt. നിങ്ങൾക്കറിയാം, എപ്പോഴും ഇൻസ്റ്റന്റേനിയസ് പറയാൻ ഡിഫറൻസിയേഷൻ ആണ് ഉപയോഗിക്കുക. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാലോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്താൽ dx/dt ചെയ്താൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. ആ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ ഒരു തവണ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dv/dt കാണുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു തവണ കൂടെ കാണും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ അഥവാ a എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി നമുക്കറിയുന്നതാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു d/dt ഓഫ് വെലോസിറ്റി എന്താണ്? vx I cap ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്,
വി വൈ ജെ ക്യാപ്, വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ്. അപ്പോൾ നമുക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഡി വി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ഇൻറ്റു ഐ ക്യാപ് plus dvy into dt j cap. So this is the differentiation. If you differentiate, ഇതിനെങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതായിരിക്കും കിട്ടുന്നത്. So this is acceleration, instantaneous acceleration. ഇദ്ദേഹത്തെ നോക്കൂ, rate of change of velocity in the x direction. X component of വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എടുക്കുന്നത്. ഇതിനെ ഞാൻ ആക്സലറേഷൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു, മൾട്ടിപ്ലൈഡ് വിത്ത് ഐ ക്യാപ്. ആക്സലറേഷൻ്റെ എക്സ് കമ്പോണൻറ്റ് അതെങ്ങനെ കിട്ടും? വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സലറേഷൻ്റെ എക്സ് കമ്പോണൻറ്റ് കിട്ടും. ഇതാണ് ആക്സലറേഷൻ്റെ വൈ കമ്പോണൻറ്റ്. അതെങ്ങനെ കിട്ടിയത്? വെലോസിറ്റിയുടെ വൈ കമ്പോണൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. വെലോസിറ്റിയുടെ വൈ കമ്പോണൻ്റ് ആണ് വി വൈ. അതിനെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എ വൈ എന്നുള്ളതായിരിക്കും, മൾട്ടിപ്ലൈഡ് വിത്ത് ജെ ക്യാപ്. ഇതാണ് വൈ കമ്പോണൻ്റ് ഓഫ് ആക്സലറേഷൻ. സോ എക്സ് കമ്പോണൻ്റ് ഓഫ് ആക്സലറേഷൻ പ്ലസ് വൈ കമ്പോണൻ്റ് ഓഫ് ആക്സലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ആക്സലറേഷൻ കിട്ടി. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ആൻഡ് ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആവറേജ് ആക്സലറേഷൻ. സോ എനിവേ, അപ്പോൾ നിങ്ങൾക്ക് എന്താ അതിൻ്റെ ഒരു ട്രെൻഡ് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? മോഷൻ ഇൻ എ പ്ലെയിൻ, പ്ലെയിനിലേക്ക് നമ്മൾ ഒബ്ജക്റ്റിനെ കടത്തുമ്പോൾ എന്താണോ കാണേണ്ടത് അതൊക്കെ രണ്ട് കമ്പോണൻസുകളായിട്ട് മാറും അല്ലേ? പൊസിഷൻ ചോദിച്ചപ്പോൾ എക്സും ഉണ്ട് വൈയും ഉണ്ട്, എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്. ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചപ്പോൾ ഡെൽറ്റ എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ എക്സ് ഡിറക്ഷൻ പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ വൈ ഡിറക്ഷൻ. അതിൻ്റെ സമ്മായിട്ട് എഴുതി. ഇനി വെലോസിറ്റി കണ്ടു, ആവറേജ് വെലോസിറ്റി എഴുതിയപ്പോൾ ആവറേജ് വെലോസിറ്റി ഇൻ ദ എക്സ് ഡിറക്ഷൻ പ്ലസ് ആവറേജ് വെലോസിറ്റി ഇൻ ദ വൈ ഡിറക്ഷൻ. അത് രണ്ടിൻ്റെ കൂടി സമ്മായിട്ട് എഴുതി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിച്ചപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഇൻ ദ എക്സ് ഡിറക്ഷൻ പ്ലസ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഇൻ ദ വൈ ഡിറക്ഷൻ. അങ്ങനെ എഴുതാനായിട്ട് പറ്റി. ഇനി ആക്സലറേഷൻ, ആവറേജ് ആക്സലറേഷൻ എഴുതിയപ്പോൾ ആവറേജ് ആക്സലറേഷൻ ഇൻ ദ എക്സ് ഡിറക്ഷൻ പ്ലസ് ആവറേജ് ആക്സലറേഷൻ ഇൻ ദ വൈ ഡിറക്ഷൻ എന്ന് എഴുതാനായിട്ട് പറ്റി. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ എഴുതിയപ്പോഴോ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ഇൻ ദ എക്സ് ഡിറക്ഷൻ പ്ലസ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ഇൻ ദ വൈ ഡിറക്ഷൻ എന്ന് എഴുതി. ഫ്രം ഓൾ ദീസ് തിങ്സ് വി കൺക്ലൂഡ് ദാറ്റ് മോഷൻ ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിലൂടെയുള്ള മോഷൻ പറയുമ്പോൾ ആസ് ഐ ടോൾഡ് ഏർലിയർ ദിസ് ഈസ് കോൾഡ് 2 ഡയമെൻഷണൽ മോഷൻ. 2 ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. വാട്ട് ആർ ദാറ്റ്? എക്സ് ആൻഡ് വൈ. എക്സും വൈയുമാണ് 2 കോർഡിനേറ്റുകൾ, 2 ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലെയിനിലുള്ള മോഷൻ എക്സിൽ വേറെ കാണുക, വൈയിൽ വേറെ കാണുക, എന്നിട്ട് ആഡ് ചെയ്ത് എഴുതുക. സോ ദിസ് ഇസ് എ നട്ട്ഷെൽ. ആകെ ശ്രദ്ധിക്കേണ്ടത് ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. മോഷൻ ഇൻ എ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അത് എലോങ് ദ എക്സ് ഡിറക്ഷൻ എത്രയെന്ന് കണ്ടുപിടിക്കുന്നു, എലോങ് ദ വൈ ഡിറക്ഷൻ എത്രയെന്ന് കണ്ടുപിടിക്കുന്നു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുന്നു. എല്ലതും നമ്മൾ അങ്ങനെയല്ലേ എഴുതിയത്? ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചപ്പോഴും എക്സിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വൈയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നു. വെലോസിറ്റി ചോദിക്കുമ്പോൾ എക്സിലും വൈയിലും കാണുന്നു. ആക്സലറേഷൻ ചോദിക്കുമ്പോൾ വൈയിലും എക്സിലും നമ്മൾ കാണുന്നു. സോ ബേസിക്കലി 2 ഡയമെൻഷണൽ മോഷൻ എന്നുള്ളത് ശരിക്കും 2 1 ഡയമെൻഷണൽ മോഷൻ്റെ സമ്മാണ്. ശരിയല്ലേ? എക്സ് ഡിറക്ഷനിലുള്ളൊരു മോഷൻ പ്രത്യേകം കണ്ടുപിടിക്കുന്നു, വൈ ഡിറക്ഷനിൽ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് സം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്ലെയിനിലുള്ള മോഷൻ കിട്ടുന്നു. സോ പ്ലെയിനിലുള്ള മോഷൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് 2 1 ഡയമെൻഷണൽ മോഷൻസ് ആണ്. ഓക്കെ, 2 1 ഡയമെൻഷണൽ മോഷൻസ് ആണ്. എക്സിൽ വേറെ കാണുക, വൈയിൽ വേറെ കാണുക, എന്നിട്ട് സം ചെയ്ത് എഴുതുക. ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. 2 ഡയമെൻഷണൽ മോഷൻ is the sum of 2 1 dimensional motion. ഓക്കെ, അപ്പോൾ 3 ഡയമെൻഷണൽ മോഷൻ എങ്ങനെയായിരിക്കും? ഇതൊക്കെ ഒരു കോർഡിനേറ്റും കൂടെ വരും, എക്സും വൈയും വരും, പിന്നെ ആരും കൂടെ വരും കുട്ടികളെ? സെഡ് കൂടെ വരും. അപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം? എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതാം? ഡെൽറ്റ ആർ എങ്ങനെ എഴുതാം? ഡെൽറ്റ ആർ എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ഐ ക്യാപ് ഡെൽറ്റ വൈ ജെ ക്യാപ് ഡെൽറ്റ സെഡ് കെ ക്യാപ്. നമുക്കിങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എഴുതാം. വി എക്സ് ഐ ക്യാപ് വി വൈ ജെ ക്യാപ് വി സെഡ് കെ ക്യാപ്. 3 കമ്പോണൻസുകൾ അല്ലേ? എക്സ് വൈ സെഡ് കമ്പോണൻസുകൾ. എങ്ങനെ ആക്സലറേഷൻ എഴുതാം? എ എക്സ് ഐ ക്യാപ് എ വൈ ജെ ക്യാപ് എ സെഡ്
k cap. അപ്പോൾ ഇതാണ് 3-dimensional motion. Motion in a space. It can be represented as the sum of 3 one-dimensional motions. Okay? 3 one-dimensional motions in a sum ആണ് 3-dimensional motion എന്ന് പറയുന്നത്. 2 one-dimensional motions in a sum ആണ് motion in a plane എന്ന് പറയുന്നത്. മനസ്സിലാവാൻ സാധിക്കുന്നുണ്ടോ? ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇതാണ് മോഷൻ ശരിക്കും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഐ ഷുഡ് സേ ദാറ്റ് വെലോസിറ്റിയുടെയും ആക്സലറേഷൻ്റെയും ഡിറക്ഷൻസ്, അവർ തമ്മിലുള്ള ഡിറക്ഷൻസ് നമ്മൾ 1-dimension കേസിൽ പഠിക്കുമ്പം ആക്സലറേഷനും വെലോസിറ്റിയും കൂടെ 2 പോസിബിലിറ്റി ഉള്ളൂ. ഒന്ന് വെലോസിറ്റിയുടെ അതേ ഡിറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ടാവുക, അപ്പോൾ സ്പീഡ് കൂടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രീ ഫോൾ ബോഡി, ഒരു ഒബ്ജക്റ്റ് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുമ്പം വെലോസിറ്റി താഴേക്കാണ്, അതിൻ്റെ ആക്സലറേഷനും താഴേക്കാണ്, അതിൻ്റെ സ്പീഡ് കൂടി വരും അല്ലേ? അതിനെയാണ് സത്യത്തിൽ നമ്മൾ ആക്സലറേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് 1-dimension മോഷനിൽ എന്തും പോസിബിൾ ആണ്. വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ആക്സലറേഷൻ സംഭവിക്കാം. വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ ആക്സലറേഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിലും വരാം. ഇൻ സച്ച് കേസ് ഇറ്റ്സ് വെലോസിറ്റി ഗെറ്റ്സ് ഡിക്രീസ്ഡ്. അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും. കാരണം വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് വസ്തുവിന് ആക്സലറേഷൻ ഉണ്ടാകുന്നത്. സോ അതിന് വെലോസിറ്റി കുറയും. ഇറ്റ് ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു കല്ല് നിങ്ങൾ മുകളിലേക്ക് നേരെ പൊന്തിച്ചിടുക. നേരെ മുകളിലേക്ക് പൊന്തിച്ചിടുന്ന സമയത്ത് 1-dimensional മോഷൻ ആണ്, കല്ല് മുകളിലേക്ക് പോകുന്നു. പക്ഷേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളത് താഴേക്കാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറയും. അറിയില്ലേ, ഒരു കല്ല് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് സ്പീഡ് കുറഞ്ഞ് ഒരു റെസ്റ്റിലെത്തി, ഇൻസ്റ്റന്റേനിയസ് മാക്സിമം പൊസിഷനിലെത്തി, ഹൈറ്റിലെത്തി, താഴത്തേക്ക് തന്നെ വരും. അപ്പോൾ കല്ല് മുകളിലേക്ക് പൊന്തുന്ന സമയത്ത് അവിടെ ആക്സലറേഷനും വെലോസിറ്റി ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ദാറ്റ് ഈസ് ഇൻ 1-dimension കേസ് ആക്സലറേഷനും വെലോസിറ്റിയും തമ്മിൽ 2 ഡിറക്ഷൻ, ഒന്നല്ലെങ്കിൽ സെയിം ഡിറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അതായത് ഒന്നല്ലെങ്കിൽ അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 0, ദാറ്റ് ഈസ് ഇൻ ദ സെയിം ഡിറക്ഷൻ, അല്ലെങ്കിൽ 180, ദാറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഈ 2 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ ഇൻ ദ കേസ് ഓഫ് 1-dimension. ബട്ട് ഇൻ ദ കേസ് ഓഫ് 2-dimension, വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിൽ 0 to 180, ഇതിൻ്റെ ഇടയിൽ ഏത് ആംഗിൾ വേണമെങ്കിലും സ്വീകരിക്കാം. ഇറ്റ് ക്യാൻ ബി 0, ഇറ്റ് ക്യാൻ ബി 180, ഓർ ഇറ്റ് ക്യാൻ ബി എനി ആംഗിൾ ബിറ്റ്വീൻ 0 and 180. 0 ആവാം, അതായത് സെയിം ഡിറക്ഷനിലാവാം, 180 ഡിഗ്രി ആവാം, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവാം, അല്ല ഇതിൻ്റെ ഇടയിലുള്ള ഏത് ആംഗിൾ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതാണ് 2-dimensionൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ 2-dimension മോഷനിൽ വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ക്യാൻ ബി വേരീസ് ഫ്രം 0 degree to 180 degree. എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. 0 to 180 വരെ ഏതിലും വേരി ചെയ്യാം. ബട്ട് ഇൻ 1-dimension ഇറ്റ് ക്യാൻ ബി ഈദർ 0 degree or 180 degree. ഈ 2 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അത് 2 1-dimension മോഷൻ ആണെന്ന് പറയുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒരു തവണ കൂടെ വ്യക്തമായി കാണുക. എന്നിട്ടും സംശയം നിങ്ങൾക്ക് തീരുന്നില്ല എങ്കിൽ ഞങ്ങളെ അറിയിക്കുക.